നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കുള്ളിലെ തർക്കം ചർച്ച ചെയ്യാൻ ഇന്ന് നിർണായക എക്സിക്യൂട്ടീവ് യോഗം. ജി സുരേഷ് കുമാർ യോഗത്തിൽ പങ്കെടുക്കും. ആന്റണി പെരുമ്പാവൂരുമായുള്ള തർക്കം ചർച്ചയാകും. സിനിമാ സമരവുമായി മുന്നോട്ട് പോകണോ എന്ന കാര്യത്തിലും തീരുമാനമാകും. സഹിൻ ആന്റണിയുണ്ട്. സഹിൻ, ഒരു മഞ്ഞുരുക്കം പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നിർമ്മാതാക്കളുടെ യോഗത്തിൽ ഇന്ന് ആന്റണി പെരുമ്പാവൂരിനോട് വിശദീകരണം തേടുന്നത് സംബന്ധിച്ചായിരിക്കും പ്രധാനമായും ചർച്ച ഉയർന്നു വരിക. മാത്രമല്ല, ഇപ്പോൾ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ജി സുരേഷ് കുമാർ അടക്കമുള്ള ആളുകൾ എടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോയാൽ സമ്മർദ്ദത്തിൽ സംഘടന വഴങ്ങേണ്ടി വന്നു എന്നുള്ളൊരു ചീത്തപ്പേര് സംഘടനയ്ക്ക് കേൾക്കേണ്ടി വരുമെന്നുള്ള വാദമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, ഇന്ന് ചേംബർ ഓഫ് ഫിലിം ചേംബറിൻ്റെ യോഗവും വിളിച്ചിട്ടുണ്ട്. ഫിലിം ചേംബറിൻ്റെ യോഗത്തിൽ ഇത്തരത്തിൽ തന്നെ ആ യോഗം രാവിലെ നടക്കും. അവരോടും നേരത്തെ നിർമ്മാതാക്കളുടെ സംഘടന സഹായം തേടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നിരവധി യോഗങ്ങളാണ് നടക്കുന്നത്. AMMയുടെ യോഗവും നടക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും ഒപ്പം തന്നെ വാദപ്രതിവാദങ്ങൾക്കും എല്ലാം ഇന്ന് നിർമ്മാതാക്കളുടെ സംഘടനയുടെ യോഗം വേദിയാകുമെന്ന് തന്നെ കരുതേണ്ടി വരും. കാരണം നിർമ്മാതാക്കളുടെ യോഗം നടന്നു കഴിഞ്ഞാൽ അത് ആന്റണി പെരുമ്പാവൂരിൽ നിന്നും വിശദീകരണം തേടാൻ തീരുമാനിച്ചാൽ സ്വാഭാവികമായും ആന്റണി പെരുമ്പാവൂർ അടക്കമുള്ള ആളുകൾ മറ്റൊരു സംഘടന ഉണ്ടാക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ സംഘടനയിൽ നിന്ന് രാജിവെക്കുന്നതിനെക്കുറിച്ചോ തീരുമാനിക്കേണ്ടതായി വരും. എന്നാൽ വിശദീകരണം തേടിയില്ലെങ്കിൽ സ്വാഭാവികമായി ഇപ്പോൾ നിൽക്കുന്ന ജി സുരേഷ് കുമാർ അടക്കമുള്ള ആളുകൾക്ക് അത് സംഘടനയുടെ വീഴ്ചയായി അല്ലെങ്കിൽ സംഘടനയ്ക്ക് ആർക്കും എന്തു പറയാം എന്നുള്ള നിലയിലേക്ക് സംഘടന പോയി എന്നുള്ളൊരു വിലയിരുത്തൽ നടത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു മഞ്ഞുരക്കം ഈ ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് കരുതാൻ കഴിയില്ല. സ്വാതി, സഹിൻ, എമ്പുരാനടക്കം വലിയ റിലീസുകളൊക്കെ വരാൻ പോകുന്ന മാസങ്ങളാണ്. സൂപ്പർ താരങ്ങളൊക്കെ, മോഹൻലാൽ അടക്കം സൂപ്പർ താരങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇനിയും കടുത്ത നിലപാടിൽ തന്നെയാകുമോ ഈ സുരേഷ് കുമാർ പക്ഷവും ഒപ്പം ആന്റണി പെരുമ്പാവൂരും മുന്നോട്ട് പോവുക? സേതു, അങ്ങനെ കരുതേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കൂട്ടരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ നേരത്തെ തന്നെ പല ആളുകളും ഇതൊരു കോംപ്രമൈസ് അല്ലെങ്കിൽ ഇതൊരു സന്ധി സംഭാഷണത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഇരു കൂട്ടരും ആ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല. ലിസ്റ്റി സ്റ്റീഫൻ അടക്കമുള്ള ആളുകൾ ഒരു വിഭാഗത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് രാജ്യസമ്മർദ്ദം വരെ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ പിന്നീട് അത് ആ സമ്മർദ്ദത്തിൽ നിന്ന് ലിസ്റ്റി സ്റ്റീഫൻ തന്നെ പിന്നോട്ട് പോവുകയും രണ്ട് കൂട്ടരെയും സന്ധി സംഭാഷണത്തിനായി വിളിച്ചു ചേർക്കും എന്ന് പറയുകയും എല്ലാം ചെയ്തിരുന്നു. പക്ഷേ അതിന് പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ജി സുരേഷ് കുമാർ പക്ഷം ഒരു ഭാഗത്ത് നിൽക്കുന്നു, ആന്റണി പെരുമ്പാവൂരും മറ്റ് നവാഗത നിർമ്മാതാക്കളും മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു മഞ്ഞുരുക്കത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല. എന്തായാലും സിനിമ സമരത്തിലേക്ക് തള്ളിവിടില്ല എന്നുള്ളൊരു നിലപാടാണ് ആന്റണി പെരുമ്പാവൂർ അടക്കമുള്ള ആളുകൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ സംവിധായകരുടെ സംഘടനയും അതുതന്നെയാണ് പറഞ്ഞത്. സിനിമാ സമരത്തിലേക്ക് പോകരുത്, അതിനെതിരെ പ്രമേയം വരെ സംവിധായകരുടെ സംഘടന പാസ്സാക്കിയിരുന്നു. നേരത്തെ AMMയും ആ ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ ജി സുരേഷ് കുമാർ അടക്കമുള്ള ആളുകൾ പറയുന്നത് താരങ്ങൾ വലിയ രീതിയിൽ പ്രതിഫലം വാങ്ങുന്നു, അതുകൊണ്ട് അതിലൊരു തീരുമാനം വേണം, മറ്റ് നിർമ്മാതാക്കൾക്ക് വലിയ നഷ്ടമുണ്ടാകുന്നു, അതിലൊരു തീരുമാനം വേണം എന്നുള്ള പല രീതിയിലുള്ള നിലപാടുകളാണ് അവരും സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴൊരു മുന്നൊരുക്കം സാധ്യമല്ല. ഓക്കെ സഹിൻ, നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കുള്ളിലെ തർക്കം ചർച്ച ചെയ്യാൻ ഇന്ന് നിർണായക എക്സിക്യൂട്ടീവ് യോഗമുണ്ട്. ഒപ്പം രാവിലെ 9:30 AMMയുടെ നിർണായക യോഗവും ചേരുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന്.